അടുക്കിലേക്ക് വരില്ല, ഒരന്യപുരുഷൻ എന്റെ അടുക്കിലേക്ക് വരരുത്, എനിക്കത് പേടിയാ. റഹ്മത്ത് ഓടാൻ തുടങ്ങി. അവൾ ഓടിയേക്കുമെന്ന് ഭയന്ന പ്രവാചകൻ പെട്ടെന്ന് ചാടിയിട്ട് കയ്യം കണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, റഹ്മത്തെ എന്നിട്ട് വാ, നീ അടയും ഓടുന്നു, എന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കണേ, വലിച്ചു കണ്ടുകൊണ്ടത് നീ നോക്കുന്നു. റഹ്മത്ത് അറിയാണ്ട് മുഖത്ത് നോക്കി. ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ? നബി പറഞ്ഞു, എന്റെ മുഖത്ത് റബ്ബിന്റെ കാരുണ്യം ഞാൻ അല്ലാഹു നൽകിയ പരീക്ഷണത്തിൽ വിജയിച്ചുവെന്ന് പടച്ചോൻ തന്നെ പ്രഖ്യാപിച്ചു. എന്റെ റഹ്മത്തെ, അവൻ നൽകിയ രോഗം അവൻ തന്നെ മാറ്റിയിരിക്കുന്നു. നടന്ന മുഴുവൻ അയ്യൂബ് നബി പറഞ്ഞു. ഒരു വിസ്മയത്തോടെ എല്ലാം കേട്ടിരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്നൊരു ബോധം കിട്ടിയ പോലെ വിളിച്ചു പറഞ്ഞു, നബിയെ, ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. മാരക രോഗമാണ്, മരിച്ചു പോകും, പ്രവാചകനല്ലെന്ന് ബാധിച്ച ഡമസ്കസുകാരുടെ മുന്നിലേക്ക് സുസ്മേരവതനായി നമുക്കൊന്ന് പോകണം, പെട്ടെന്ന് പോകണം. നബി പറഞ്ഞു, പോകാം, പക്ഷെ അതിന് വേറൊരു സ്ഥലത്ത് പോകണം. എവിടെ? ഒരു രാത്രി നോമ്പ് തുറക്കാൻ ഗോതമ്പിന്റെ കഞ്ഞിവെള്ളം നാട്ടിലേക്ക് ഉറ്റിച്ചു തന്നൊരു ഫക്കീറും ഭാര്യയും. അവരെ മറക്കാൻ പറ്റുമോ? ഇല്ല നബി, അങ്ങോട്ട് പോകണം. നബി പറഞ്ഞു, ഒരുപാട് ഇങ്ങോട്ട് ചുമന്നതല്ലേ നീ എന്നെ, എത്രയോ കാലങ്ങളായി എന്നെ ചുമന്ന് നടന്നതല്ലേ, നീ നടക്കണ്ട, ഞാൻ നിന്നെ എടുത്തോണ്ട് പോകാം. റഹ്മത്തുബിനെ എടുക്കാൻ വേണ്ടി നബി നോക്കുമ്പോൾ റഹ്മത്തുബി സന്തോഷത്തോടെ പറഞ്ഞു, വിട്, എനിക്ക് രോഗമൊന്നുമില്ല, രോഗം ഉണ്ടെങ്കിലല്ലേ എടുക്കില്ല, നമുക്ക് നടക്കാം. രണ്ടാളും നടന്നു. ഒരു ദിവസം മുഴുവൻ നടന്നു. പിറ്റേന്ന് ആ ഫക്കീറിന്റെ വീട്ടിലെത്തി. വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ഫക്കീർ അവിടെ ഉണ്ട്. ഫക്കീറിന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് നബി സലാം ചെയ്തു, അസ്സലാമു അലൈക്കും. ആ മനുഷ്യൻ അത്ഭുതകരമായി നബിയുടെ മുഖത്ത് നോക്കിയിട്ട് സലാം അടയ്ക്കും, വഅലൈക്കും അസ്സലാം. മനസ്സിലായില്ല ആരാ. പെട്ടെന്ന് അകത്തുന്ന പെണ്ണ് റഹ്മത്തുബിനെ തിരിച്ചറിഞ്ഞു. റഹ്മത്തുബിൻ തിരിച്ചറിഞ്ഞ ഉടനെ പെണ്ണ് വിളിച്ചു, ഈ മനുഷ്യ, ഇത് അന്നാ രോഗം പിടിച്ച ഭർത്താവിനെ കൊണ്ട് വന്ന പെണ്ണ, പക്ഷേ കൂടെ ഉള്ളതിപ്പോ. ഉടനെ ഫക്കീർ ചോദിച്ചു, മോളെ, അയാൾ മരിച്ചോ? ആ രോഗം പിടിച്ചെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു പോയോ? ഇത് പുതിയ ഭർത്താവാണോ? റഹ്മത്തുബി ഒന്നും പറയാതെ നിലനിൽക്കുന്നപ്പോ നബി പറഞ്ഞു, സഹോദര, തെറ്റിദ്ധരിക്കണ്ട, അന്ന് ആ രോഗം പിടിച്ച ഭർത്താവിനെ കൊണ്ടുവന്ന പെണ്ണാണ്, പേര് റഹ്മത്ത് എന്നാണ്. ആ രോഗം പിടിച്ച ഭർത്താവ് തന്നെയാണ് ഞാൻ, പേര് അയ്യൂബ് നബി. അയ്യൂബ് നബിയോ? ഞാനാണ് നിങ്ങൾ ദുആ ചെയ്ത അയ്യൂബ് നബി എന്ന് പറഞ്ഞു. നബിയെ കെട്ടിപ്പിടിച്ച മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അങ്ങക്കൊരു വാക്കെന്ന് പറഞ്ഞുകൂടായിരുന്നു ഞാൻ നബിയാണെന്ന്. അത്രമാത്രം കഷ്ടപ്പെടുന്ന നിങ്ങളെ ഞാൻ സഹായിക്കുമായിരുന്നില്ലേ? നബി പറഞ്ഞു, സഹോദര, അന്ന് ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കവിടെ നിങ്ങളുടെ യാത്രയുണ്ടാവില്ല. ഈ കുടിലിന്റെ അകത്ത് നിങ്ങളുടെ ശുശ്രൂഷയിൽ ഞാൻ കഴിയേണ്ടി വരും. നിങ്ങളെന്നെ വിടൂലെന്ന് ഉറപ്പാണ്. ഞാൻ നിങ്ങളെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു നമ്മൾ ഒന്നിപ്പിക്കുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു ഇത് സാധിപ്പിച്ചു തന്നിരിക്കുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്. നബി പറയാണ്, എനിക്ക് നിങ്ങളുടെ ഒരു അപേക്ഷയുണ്ട്. ആരാലും വെറുക്കപ്പെട്ടവരായി ബന്ധുക്കളും നാട്ടുകാരും മുഴുവൻ ആട്ടി ഓടിച്ചപ്പോൾ സ്വന്തം കുടിലിന്റെ അകത്ത് കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ്. നിങ്ങളാണ് എന്റെ സ്വർഗ്ഗലോകത്തിന്റെയും ഭൂമി ലോകത്തിന്റെയും കൂട്ടുകാരൻ. നിങ്ങളും ഭാര്യയും എന്റെയും എന്റെ ഭാര്യയുടെയും കൂടെ ഡമസ്കസിലേക്ക് വരണം. ഒരു പ്രവാചകന്റെ ക്ഷണമാണ്, സ്വർഗ്ഗലോകത്തിലേക്കുള്ള വെളിയാടമാണ്. തിരസ്കരിക്കാൻ ആ മനുഷ്യന് കഴിയില്ല. സന്തോഷത്തോടെ ഭാര്യയെ കൂട്ടി നബിയോടും റഹ്മത്ത് ബിബിയോടും കൂടെ അവരും ഡമസ്കസിലേക്ക് വരുമ്പോ പ്രവാചകരെ ആടി ഓടിച്ച് അവർക്ക് മനസ്താപം കൊണ്ട് വിഷമം കൊണ്ട് കുത്തിയിരിക്കാൻ. നബി ആടി ഓടിച്ച് തെറ്റായി എന്ന് വളരെ വിഷമത്തോടെ ഡമസ്കസുകാർ വിഷമിച്ചിരിക്കുമ്പോഴാണ് നബി തിരിച്ചു വരുന്നു എന്ന വാർത്ത കേട്ടെന്ന് രോഗം മാറിയത്. അവരെല്ലാവരും ഓടി ഡമസ്കസിന്റെ തെരുവീതിയിലൂടെ അതിന്റെ അതിർത്തി വരെയൂടെ അകലെ വെച്ച് പ്രവാചകനെയും കൂട്ടുകാരെയും കണ്ടപ്പോ ആ നാട്ടുകാർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, യാ നബിയേ സലാം, യാ നബിയേ യാ റസൂലേ സലാം, അയ്യൂബ് സ്വബീരേ സലാം. ലതയില്ലാത്ത ക്ഷമയും സഹനവും കൊണ്ട് ലോക മനസ്സാക്ഷിക്ക് മുന്നിൽ അവരുടെ മാതൃകാ പുരുഷനായി മാറിയ അയ്യൂബ് നബിയെ ഡമസ്കസുകാർ ഇരു കൈകളും നീട്ടി ഡമസ്കസിന്റെ മടിലേക്ക് വീണ്ടും സ്വീകരിച്ചപ്പോ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്
ദമസ്കസ് മണ്ണിലേക്ക് രോഗം മാറി തിരിച്ചു വന്ന പ്രവാചകൻ ഇസ്ലാമിക പ്രബോധന ദൗത്യരംഗത്ത് വീണ്ടും ഒരു നാഴികക്കല്ല് കൂടി ദമസ്കസുകാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് പ്രവാചകൻ ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ, പരിശുദ്ധ ദീനിനെ പ്രകീർത്തനങ്ങൾ കൊണ്ട് നാട്ടുകാരുടെ മനസ്സിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയ്യൂബ് നബി ദമസ്കസിന്റെ മണ്ണിലേക്ക് കാലുകുത്തി തിരിച്ചു വന്ന് പ്രബോധനം തുടരുമ്പോൾ പരീക്ഷണാഗ്നിയിലെ ഇടപ്രാവുകൾ എന്ന അനർഘമായ ഒരു ചരിത്ര സത്യത്തിന്റെ ചെറിയ ഭാഗമാണ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇവരാകട്ടെ നമ്മുടെ മാതൃക. ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും ലോക ജനതയ്ക്ക് മാതൃകയായ അയ്യൂബ് നബിയുടെ മാതൃക, ആ മാതൃക അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കും സ്വന്തം ഭർത്താവിന്റെ കഷ്ടപ്പാടുകളെ അംഗീകരിച്ചുകൊണ്ട് ഏതറ്റം വരെ തന്റെ ഭർത്താവിനെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും കൂടെ നിന്ന റഹ്മത്ത് ബീബി മാതൃകയെ കൊണ്ട് നമ്മുടെ പെങ്ങന്മാരും ജീവിക്കട്ടെ. ഇവരാകട്ടെ ജീവിതത്തിന്റെ ധന്യമായ മാതൃകയെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഒരുമിച്ച് കൂടി അവന്റെ പൊരുത്തപ്പെട്ട അവരെ ഉൾപ്പെടുത്തിയിട്ട് ഇവർ